ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ കെ വി ഗണേഷ് കുമാർ, ശ്രീ MLA ജിനീഷ് കുമാർ, വേദിയിലും അല്ലാതെ ഇരിക്കുന്ന മറ്റു സുഹൃത്തുക്കളെ, പൊതുജനങ്ങളെ, പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കളുണ്ട്, വിനീതും ഞാനും മിഥുനും. വിനീതിനെ കാണാൻ പറ്റില്ല എന്ന് വന്നിട്ട്. ജോബി ചേട്ടനെ പരിചയപ്പെടുന്ന ഒരു 3 വർഷം മുമ്പ് ലോക്ക്ഡൌണിന്റെ സമയത്ത് ദിലീഷ് പോത്തൻ ജിബൂട്ടിയിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ദിലീഷ് ഒരു പ്രാവശ്യം ഭയങ്കര സ്ട്രെസ്ഡായിട്ട് ജിബൂട്ടിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഇനിയും ഒരു 3-4 ആഴ്ച കഴിയും, ലോക്ക്ഡൗൺ ആണ്, ഫ്ലൈറ്റ്സ് ഇല്ല, ഒരാളെ ഞങ്ങളെ സഹായിക്കാൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു 3 ദിവസം കഴിഞ്ഞ് ദിലീഷ് വിളിച്ചു പറഞ്ഞു, ഒരു മലയാളി ജിബൂട്ടിയിൽ നിന്ന് ആ സിനിമയുടെ എല്ലാ ക്രൂവിനും നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഒരു പ്ലെയിൻ ചാർട്ടർ ചെയ്തു. അത് ഞാൻ ചോദിച്ചു, അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അവരോട് പറഞ്ഞു ജോബി പി സാം എന്ന് പറഞ്ഞു. ആ ഫുൾ ക്രൂവിനെ അദ്ദേഹം ലോക്ക്ഡൗൺ സമയത്ത് ജിബൂട്ടിയിൽ നിന്ന് ഇന്ത്യയിൽ കൊച്ചിയിൽ എത്തിച്ചു. അങ്ങനെ ദിലീഷ് വഴിയാണ് ഞാൻ ആദ്യമായിട്ട് ജോബി ചേട്ടനെ പരിചയപ്പെടുന്നത്. ആദ്യം തന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വന്ന് എല്ലാവരും പറയുന്ന കാര്യം, നല്ല ഡിഫറെൻ്റ് ആയിട്ടൊരു സിനിമ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, പറ്റുമെങ്കിൽ ഈ വർഷം ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ മീറ്റ് ചെയ്തത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞത്, എന്തെങ്കിലും ഒരു സിനിമ ചെയ്തു തരണം, എപ്പോഴെങ്കിലും. അപ്പം ഞാൻ ചോദിച്ചാൽ, എപ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈം ലൈൻ ഒന്നുമില്ല? ഇല്ല, ഈ സിനിമ എപ്പോഴാണ് സാറിന് ചെയ്യാൻ തോന്നുന്നത് അപ്പം ചെയ്താൽ മതി. അങ്ങനെ ഒരു സിനിമ എപ്പോഴെങ്കിലും ആയി വരാണെങ്കിൽ എന്നെ വിളിക്കണം. അപ്പോൾ ഞാൻ അപ്പോഴത്തേനും അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ എന്തായാലും ഒരു സിനിമ ഉണ്ടാവും, അത് എപ്പോഴും എന്നോട് ചോദിക്കും, നമ്മൾ തമ്മിൽ എന്തായാലും ഒരു സിനിമ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ സൗഹൃദം പല ആവശ്യങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ ആവശ്യം പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ ആവശ്യം അദ്ദേഹം സാധിച്ചു തന്നിട്ടുണ്ട്. കഴിഞ്ഞ 3-4 വർഷം അദ്ദേഹത്തെ കുറച്ചുകൂടെ അറിയാൻ സാധിച്ചു. അതിനേക്കാൾ ഒരുപാട് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത്, അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ 5-5 കാലമായിട്ട് ഇവിടെ എത്തിയായിരുന്നു, ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂറോളം അദ്ദേഹം എൻ്റെ കൂടെ ഇരുന്ന് ഫോണിൽ ഇരുന്നിട്ടാണ് പുള്ളി എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ആരോ വിളിച്ച് പറയുന്നത്, ആ സൈഡിലെ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ പുള്ളി അവിടെ നിന്ന് ആരോ വിളിച്ചിട്ട് ആ ലൈറ്റ് ഓൺ ചെയ്യും. ഇപ്പം രമേശ് സാർ വരും, അവിടെ ലൈറ്റ് ഓൺ ചെയ്യും. അപ്പൊ ഇതെല്ലാം ഒരു ഭയങ്കര പാഷനറ്റ് ആയിട്ട് ഒരു മകൻ അച്ഛന് വേണ്ടി ചെയ്യുന്നതാണ് കാണാൻ പറ്റിയത്. അത് ഭയങ്കര ഒരു സുഖമുള്ള കാഴ്ചയായിരുന്നു. ഒരുപാട് നന്മകളുള്ള ജോബി ചേട്ടന് ഇങ്ങനെ ഒരു സായാഹ്നം എനിക്ക് സമ്മാനിച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ജോബി ചേട്ടൻ്റെ സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയതിലും ഇവിടെ വരാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അടുത്ത വർഷവും അതിനടുത്ത വർഷവും എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എന്ത് ചെയ്യണമെങ്കിലും ചെയ്യാമെന്ന് ഞാൻ അദ്ദേഹത്തിന് വാക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി. താങ്ക് യു. കുറച്ച് പരിപാടികളുണ്ട് ഇവിടെ. പ്രത്യേകമായിട്ടും നമ്മുടെ ചാരിറ്റിയുടെ ഇന്ന് ഫസ്റ്റ് അത് അതിന്റെ കൈകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അതിലേക്ക് കിടക്കാം. അതിനൊക്കെ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും വിഷമം എന്ന് വെച്ചാൽ പലതിനെ അടുപ്പിച്ച് സിനിമകളിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ഇടയ്ക്ക് തമിഴ് പോകും, ഇടയ്ക്ക് തെലുങ്ക് പോകും. മലയാളത്തിൽ നമുക്ക് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പക്ഷേ 2 വലിയ എങ്ങിന്റെ കൂടാണെന്ന് പറഞ്ഞത്. അതൊന്ന് പറയാം. അടുത്ത മലയാളം റിലീസ് പേട്രിയറ്റ് ആണ്. മമ്മൂട്ടി സാറിന്റെ കൂടെയും മോഹൻലാൽ സാറിന്റെയും കൂടെയുള്ള പടമാണ്. മുൻജന്മ ഭാഗ്യമൊക്കെയാണ് അവരുടെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. നിങ്ങളെപ്പോലെ ഞാൻ വെയിറ്റ് ചെയ്യാം. April 23rd റിലീസ്. ഈ പറയുന്ന അവിടെ ചെന്ന് ഒരുപാട് നല്ല രസമുള്ള വില്ലൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഇവിടെ വന്ന് വീണ്ടും ഹീറോയിൻ വില്ലൻ ചെയ്യുന്നു. ഇത് എങ്ങനെ ഒരു ബാലൻസിൽ കൊണ്ടുപോയി തമിഴും തെലുങ്കും മലയാളമൊക്കെ കൂടി ചേർത്ത്? അത് എന്താ എങ്ങനെ പറയണമെന്നറിയില്ല. അത് കൂടുതലും ഞാൻ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിന്റെ പ്രത്യേകതയാണ്. പിന്നെ പേട്രിയറ്റിൽ ഞാൻ വില്ലനാണ്. തീർച്ചയായും നമ്മളെ കാത്തിരിക്കല്ലേ പേട്രിയറ്റിന് വേണ്ടിയിട്ട്. ഇതിലൊരു ചോദ്യം എല്ലാവരും മനസ്സിലാണ്, ആവേശം 2 ഉണ്ടാവും. ഉണ്ട്. ആവേശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളെല്ലാം വലിയ പേര്.
ഒരു വലിയ announcement ഉണ്ടായിരുന്നു. ആവേശം 2 എന്തായാലും ഉണ്ടാവും. അതിലൊരു എന്തെങ്കിലും ഒരു തീർച്ചയായും ആവേശം 2 ഉണ്ട്. എവിടെ ചെന്നാലും ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് എപ്പോഴാണ് ആവേശം 2 ആവേശം 2. ഹോപ്പ്ഫുള്ളി 27 or 28. സൂപ്പർ സൂപ്പർ. ചാരിറ്റി ഡൊണേഷൻ. നമുക്ക് ഇന്ന് നമ്മുടെ ഫണ്ട് വിതരണത്തിൽ നമ്മൾ ആദ്യമേ പറയട്ടെ, ഫഹദ് ഇന്ന് നൽകുന്നത് തുടക്കത്തിൽ നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ്. ഇതിൽ ആദ്യം നമ്മൾ കൊടുക്കുന്നത് അശ്വതിക്കാണ്. അശ്വതി ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. അമ്മ